ദ്രോണരോടുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ദ്രുപദൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് യജ്ഞം നടത്തിയിട്ട് സൃഷ്ടിച്ച രാജകുമാരനാണ് ദൃഷ്ടദ്യുമ്നൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ദൃഷ്ടദ്യുമ്നൻ ഈ ദ്രോണരെ വധിക്കുമെന്ന് അന്നൊരു അശരീരിയും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ദൃഷ്ടദ്യുമ്നനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ദ്രോണര് ആയുധാഭ്യാസം ചെയ്തു കൊടുത്തു, എല്ലാ ശസ്ത്രങ്ങളും പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? വ്യാസഭഗവാൻ ഇക്കാര്യം കൊണ്ട് പറയുന്ന സമയത്ത് ദ്രോണരെ കുറിച്ചിട്ട് പറയുന്നത് അതീവ ബുദ്ധിമാൻ എന്നാണ്. അതീവ ബുദ്ധിമാൻ എന്ന് പറയാൻ കാര്യം ഈശ്വരേച്ഛയ്ക്ക് വിപരീതമായിട്ടൊന്നും സംഭവിക്കില്ല എന്നുള്ള സത്യം ദ്രോണർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ അതിബുദ്ധിമാൻ എന്ന് വിളിക്കുന്നത്. വിധിക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറായില്ല. ഈശ്വരേച്ഛ ഇങ്ങനെ സംഭവിക്കുന്നുള്ള കാര്യം അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് വ്യാസഭഗവാൻ അദ്ദേഹത്തിനെ അതിബുദ്ധിമാൻ എന്ന് വിളിച്ചതെന്നാണ്.